എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ചിലപ്പോൾ പ്രാർത്ഥിക്കും, എൻ്റെ സാമ്പത്തികമോ ഇനി അതൊന്നും ശരിയാകുകയില്ലെന്നേ, എൻ്റെ ഭാവിയോ എവിടെ ശരിയാകാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അതൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം അതൊന്നും ശരിയാകില്ല, എൻ്റെ സ്ഥലം ഒന്ന് വിൽക്കാൻ വേണ്ടി 10-15 വർഷമായി അതൊന്നും ശരിയാകില്ല. ആർക്കും കഴിയാത്തത് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ സാധ്യം. ഇത് ക്യാമറയ്ക്കകത്തൂടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടാവും, എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാവും. നിൻ്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, പാർട്ടിക്കാർക്ക്, പള്ളി കമ്മിറ്റിക്ക്, അല്ലെങ്കിൽ ആ ആൾക്കാർക്ക്, ഈ ആൾക്കാർക്ക്, കൗൺസിലേഴ്സിന് ഒന്നും പറ്റിയില്ലേലും ദൈവത്തിന് നിന്നെ പുതുക്കി പണിയാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചു വായിച്ചു. 5-ാമത്തെ വാക്യം. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. എത്ര നേരം? രാത്രിയും പകലും പുള്ളി അവിടെ തന്നെ ആ കിടപ്പും എല്ലാ പരിപാടിയും അവിടെ തന്നെ, രാത്രിയും പകലും. അടുത്ത വാക്യം. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പിടിച്ചു കെട്ടി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആശുപത്രിയിലോ കൊണ്ടുപോയി ആക്കി സെല്ലിനകത്തിട്ട് അടച്ചു പൂട്ടും, അല്ലെങ്കിൽ മയക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഇഞ്ചക്റ്റും ചെയ്ത് ഇയാളെ ഉറക്കും. കാരണം അത്ര ശല്യമാണ്. ഓറൊക്കെ കാറും മലറും സ്വന്തം ശരീരത്തെ അടിച്ചു ചതയ്ക്കും. ഇത്രയും തകർന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഇത്രയും തകർന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ? ഈ പഞ്ചായത്ത് കാണിയല്ല ഇത്രയും തകർന്ന ഒരുത്തൻ, നമ്മുടെ ജില്ലയെ കാണില്ല ചിലപ്പോൾ ഇത്രയും തകർന്ന ഒരുത്തൻ, ചിലപ്പോൾ ജില്ലയെ പോലും ചിലപ്പോൾ കാണിയല്ല. എന്തായാലും നമ്മുടെ കുടുംബത്തിലോ പരിചയത്തിലോ പഞ്ചായത്തിലോ നമ്മുടെ ഒന്നും ഇല്ല. പക്ഷേ അതിനേക്കാളൊക്കെ തകർന്ന ഒരു മനുഷ്യനായത്. ഇനി ഇത് വായിച്ച് അവസാനിപ്പിക്കുന്നത് അറിയാമോ? ദൈവം എങ്ങനെയാണ് ഈ മനുഷ്യനെ അത്ഭുതമാക്കിയെന്നൊന്ന് പറയാൻ പോവുകയാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടുത്ത വാക്യം 6-ാമത്തെ വാക്യം. അകലെ വെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട്. അതാണ് ടേണിംഗ് പോയിന്റ്. യേശുവിനെ കണ്ടിട്ട് ഇവനൊരൊറ്റ ഓട്ടോ അപ്പുറത്തെ മലയെ കൂടെ കയറി അപ്പുറത്തെ തോട്ടിലോട്ട് ചാടി അപ്പുറത്തെ മലക്ക് കയറി പോയെന്നല്ല. ഇവൻ യേശുവിനെ കണ്ടപ്പോൾ ആള് തകർന്നിരിക്കുന്നവനാണേലും എങ്ങോട്ടാ ഓടിയത്? യേശുവിൻ്റെ അടുത്തേക്ക്. ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കിക്കേ. തകർന്ന് തരിപ്പണമായ ഒരുത്തൻ യേശുവിനെ കണ്ടിട്ട് എന്നാന്ന് പറഞ്ഞാലും, പിശാച് ബാധിതനാ, ഭ്രാന്തനാന്ന് പറഞ്ഞാലും, ഇവൻ ഒരു സൺഡേ സ്കൂളിലും മതബോധനവും ധ്യാനവും കൂടിയിട്ടില്ല എന്ന് അറിഞ്ഞാലും ഇവൻ എങ്ങോട്ടാ ഓടിയേ? ഇവൻ ഇതൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് എല്ലാ കോഴ്സും പഠിച്ച് പ്രാർത്ഥിച്ച് ഇനി വലിയ ബിരുദാനന്തര ബിരുദമെടുത്ത പലർക്കും അറിയാവോ എങ്ങനെ ഓടാൻ? ഇതിനേക്കാൾ പഠിപ്പുള്ളവർക്ക് ഇതുപോലെ ഓടാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ഇന്നും ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. വലിയ ബിടെക് എംടെക് ഉള്ളവർക്ക് അറിയത്തില്ല ഇങ്ങനെ ഓടാൻ. ഈ മനുഷ്യൻ ഓടി. എങ്ങോട്ടോടി? ഇത് നിങ്ങൾ നോക്കിക്കോ. ഇതാണ് അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഓട്ടം. അതാണ് അവൻ്റെ ജീവിതമാകാൻ കാരണമായ ഓട്ടം. അതാണ് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി. യേശുവിൻ്റെ അടുത്തേക്ക്. നേരെ അങ്ങോട്ട് ഓടാൻ പാടില്ലായിരുന്നോ? നമ്മളൊക്കെ ഒരാളെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിളിക്കുമ്പോൾ നേരെ ഓടും അപ്പുറ സൈഡിലേക്ക്. ദൈവത്തിലേക്ക് ഓടിയവരൊന്നും എവിടെയും നശിച്ചു പോയിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന ഒരാളും തകർന്നു പോയിട്ടില്ല കേട്ടോ. ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന ഒരാളും നശിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളും വചനമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ടെന്ന് അറിഞ്ഞപ്പം ആ സമയത്ത് ഓടി കയറിയത്, ഓടി വന്നത് ഈ ദൈവസാന്നിധ്യത്തിലേക്കാ. പ്രാർത്ഥിച്ച ഒരു വിഷയത്തിലും ഇന്നല്ലെങ്കിൽ നാളെ മറുപടി കിട്ടാതിരിക്കില്ല, മറുപടി ദൈവം തരാതിരിക്കില്ല. കാരണം ഓടിച്ചെന്നത് ഇങ്ങോട്ടാ, ഓടിച്ചെന്നത് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക്. ഇതേ അങ്ങനെ ഒരാൾ ഓടിച്ചെന്നു. എന്നിട്ടോ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഏതാ വാക്ക്? പ്രണമിച്ചു. എന്താ പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ? എന്താ? ഒന്ന് ചിന്തിച്ചു നോക്കി. എന്താ പ്രണമിക്കുക? ഒരാൾ വരുമ്പോൾ, ഇപ്പം നിങ്ങളൊരാൾ വലിയൊരാൾ വരുമ്പോൾ ഞാനിങ്ങനെ, ഇതിൻ്റെ പേരാണ് എന്ത്? തല കുനിച്ച് ഇങ്ങനെ നടും വളച്ചിങ്ങനെ ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പ്രണമിച്ചു. ആരാ പ്രണമിച്ചത്? പിശാച് ബാധിതൻ തല കുനിച്ചു. ആരുടെ മുമ്പിൽ? ഇനി ഒരു കാര്യം ചിന്തിക്കണം, ജസ്റ്റ് ഒന്ന് എല്ലാവരും, നല്ല മഴയാ പുറത്ത്, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. യേശുവിൻ്റെ തലയെ ഒന്നിങ്ങനെ കുനിക്കാൻ ആര് നോക്കിയിട്ടുണ്ടായിരുന്നു? പറയാം. യേശുവിനെ പിശാച് ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. എന്നിട്ട് എന്നാ പറഞ്ഞേ? നീ എന്നെ ഇങ്ങനെ
ഇങ്ങനെ തലതാത്തി എൻ്റെ മുമ്പിൽ നിന്നാൽ ഈ കാണുന്ന രാജ്യങ്ങൾ മുഴുവൻ നിനക്ക് ഇപ്പം എഴുതി ഒപ്പിട്ട് ആധാരം അങ്ങ് തരുവാ എന്നാ പറഞ്ഞേ. അപ്പം യേശുവിനെ തല കുനിപ്പിക്കാൻ നോക്കിയവൻ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? തല കുനിച്ചു. ഇത് ജീവിതത്തിൽ ഇങ്ങനെയാണ്. നമ്മളെയൊക്കെ തല കുനിപ്പിക്കാൻ, ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ പലരും നോക്കുന്നുണ്ട്. ദൈവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളെ തല കുനിപ്പിക്കാൻ നോക്കിയവരുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ ദൈവം നമ്മളെ നിർത്തും. എത്രയോ പേർക്ക് സാക്ഷ്യങ്ങളുണ്ട്. നിങ്ങളെ നോക്കിയിട്ടില്ലേ പലരും? നിങ്ങളെ ഒന്ന് വാടി കാണാൻ, ഒന്ന് കുനിഞ്ഞു കാണാൻ, ഒന്ന് ശിരസ് നമിച്ചിന്ന് കാണണമെന്ന്, ഇവരുടെ കുടുംബം ഒന്ന് തകരണം എന്നൊക്കെ മനസ്സിൽ കാണുന്നവരും ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇവിടെ ഒരു നല്ല സീനാണ്, ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയൊരു സീനാണ്. എന്താ നോക്കൂ, പിശാച് ബാധിതൻ കുനിഞ്ഞു നിൽക്കുന്നു, യേശുവോ തല ഉയർത്തി നിൽക്കുന്നു. ദൈവത്തിൽ നിൽക്കുന്നവൻ ഏതു സാത്താൻ്റെ മുമ്പിലും എങ്ങനെ നിൽക്കും? ഏതു വലിയവന്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കും. കാരണം അവനെ അങ്ങനെ നിർത്തുന്നത് ദൈവ സാന്നിധ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എന്നാൽ ഇനി മറക്കാതെ ഡയറിയിൽ എഴുതണ്ട, ഈ ഭാഗത്ത് ഡയറി പോലെ തന്നെയാ ഈ ഭാഗവും എഴുതി വയ്ക്കണം. ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവനെ ആർക്കും മുട്ടുകുത്തിക്കാൻ പറ്റില്ല. ദൈവ സാന്നിധ്യത്തിൽ കരങ്ങൾ ഉയർത്തുന്നവനെ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ല. ദൈവസന്നിധിയിൽ തല കുനിക്കുന്നവനെ ആർക്കും തല കുനിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നോക്കൂ, ഇപ്പൊ നിൽക്കുന്ന തല കുനിഞ്ഞാണ്. അടുത്ത വാക്യം, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട്, ഓച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. ശരിക്കും വായിച്ചേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ, അങ്ങ് എന്റെ കാര്യത്തിൽ എന്തിനിടപെടുന്നു? ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഒരാൾ ചോദിക്കുകയാണ്, നീ എന്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ആ വാക്കുണ്ടോ? അപ്പൊ ദൈവം എന്തിനാ വന്നേന്ന് ആർക്കു വരെ അറിയാം? നിങ്ങൾക്കറിയുമോ? അത് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ല എന്ത് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടുമെന്ന്. ആ ബോധ്യം ഉണ്ടായിരുന്ന മുഖം ഈശ്വരോടെ തെളിഞ്ഞേനെ. ഇപ്പോഴും എവിടെയോ ദുഃഖമുണ്ട്. പിശാചിന് വരെ അറിയാം എന്ത് ദൈവം വന്നിരിക്കുന്ന എൻ്റെ കാര്യത്തിൽ ഇടപെടാനാണെന്ന്. എന്നാൽ ഇന്നൊന്ന് വിശ്വസിച്ച്, ഇന്ന് ഞാൻ ഈ മനസ്സ് തുറന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെടും. എൻ്റെ സാമ്പത്തിക തകർച്ചയിൽ ഇടപെടും, എൻ്റെ കുടുംബം തകർന്ന സാഹചര്യത്തിൽ ഇടപെടും, എൻ്റെ ആത്മീയ വിഷയത്തിൽ ഇടപെടും, എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത്രയും ഒന്ന് നിർത്തിയിട്ട് ഇത് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇത്രയും വെച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കാരണം ദൈവം തീർന്നിട്ടില്ല, ഞാൻ നിർത്തിയില്ല. പിശാചി ബാധൻ ചോദിക്കുകയാണ്, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ? ഇനി എൻ്റെ ജസ്റ്റ് ഇത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കേട്ടോണം. പിശാചി ബാധിതൻ കിടന്നത് എവിടെയാ? കല്ലറയിൽ. അവൻ അറിഞ്ഞായിരുന്നോ ഒരു ദൈവം അപ്പുറത്തെ മറുകരയെന്ന് വള്ളത്തിനകത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്ത് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് ഈ മനുഷ്യനോട് ആരെങ്കിലും ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നോ? അത് നോക്കി ഇവൻ കണ്ടിട്ട് പോലുമില്ല. അപ്പം നമുക്കൊന്ന് ചിന്തിച്ചേ, നമ്മളിപ്പോൾ പള്ളിക്കകത്തായിരിക്കുന്നേ, നമ്മളെ രക്ഷിക്കാൻ ഒരു ദൈവം നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഭാവനയെ കാണാമോ? ആരുമില്ല, നമുക്ക് നമ്മുടെ അടുത്തേക്ക് ഇതുപോലെ വരാൻ ഒരാളും ഇല്ലെന്നേ. 10 കാശും ജോലിയും പറമ്പും കാറും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. ഇച്ചിരി ഒന്ന് തകർന്നിരിക്കട്ടെ, 10 രൂപയുടെ വിഷമം വരട്ടെ, ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നടുവിലിരിക്കട്ടെ, ഒരാൾ ഫോൺ വിളിച്ചാൽ പോലും ആരും എടുക്കുകയില്ല. ആരും എടുക്കത്തില്ല. ഈ പറയുന്ന എല്ലാവരും, ഈ ചിരിച്ച് കാണിച്ച പലരും ഒരല്പം മാറിയേ നിൽക്കത്തുള്ളൂ. അവന് ചില പ്രശ്നത്തിലാണെന്നറിഞ്ഞാൽ എല്ലാവരും മാറി നിൽക്കും. ജസ്റ്റ് ഇവൻ സിമിത്തേരി കിടക്കുമ്പോഴും ദൈവം അവന് വേണ്ടി വള്ളത്തെ കയറി അതിൽ യാത്ര ചെയ്ത് ഇവിടെ വന്നിറങ്ങി കൃത്യം അവൻ്റെ അടുത്തേക്ക് വരുവാണ്. അവൻ പോലും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല അവൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ. പക്ഷെ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൊന്ന് കണ്ടേ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ദൈവത്തെ.